ഒരാളെ പാമ്പ് കടിച്ചെന്നുള്ള വാർത്തയാണോ അത് ഒരാൾ പൂച്ചക്കുട്ടിയെ മടിയിലിരുത്തി താലൂലിച്ചു എന്നുള്ള വാർത്തയാണോ നിങ്ങൾ പ്രധാനമായിട്ട് എടുക്കുന്നത്? പാമ്പ് കടിച്ചെന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഷോക്കാവുന്നതും കേൾക്കുമ്പോൾ എവിടെയോ നമ്മൾ പ്രധാനമായി എന്ന് തോന്നുന്നതും പാമ്പ് കടിച്ചെന്നുള്ള വാർത്തയല്ലേ? ആണോ? ഞാൻ ഉദാഹരണം പറയാ. ഇന്ന് മുതൽ പാമ്പ് കടിച്ചെന്നുള്ള വാർത്ത കേൾക്കണ്ടെന്നല്ല എൻ്റെ അർത്ഥം. നമ്മളുടെ ബോഡിയുടെ, നമ്മളുടെ ശരീരത്തിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് ഇത് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് നല്ലത് സന്തോഷ വാർത്ത കേൾക്കുന്നതിനേക്കാളും ദുഃഖകരമായ വാർത്തകൾ കേൾക്കുന്നതാണ് നമ്മുടെ കാതുകൾക്ക് കൂടുതൽ ഇമ്പം. പക്ഷെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, വിശ്വാസ ജീവിതത്തിനകത്ത് നിന്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് മാത്രമേ നീ കേൾക്കാവൂ. അതിനപ്പുറത്ത് വേറൊന്നും കേൾക്കാൻ നിൽക്കരുത്. നിന്റെ വിശ്വാസ ജീവിതത്തിനകത്ത് ഊട്ടി ഉറപ്പിക്കുന്നത് മാത്രമേ നീ കാണാവൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാതുകളെ ചിലയിടത്ത് അടയ്ക്കുകയും കണ്ണുകളെ ചിലയിടത്ത് അടയ്ക്കുകയും വേണം. ഞാനൊരു കാര്യം പറയാം. ഏതെങ്കിലും മേഖലയിൽ നിന്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ കഴിയാത്ത മേഖലകളോട് നിന്റെ കാതുകൾ അടച്ചാൽ ദൈവസന്നിധിയിൽ എപ്പോഴും നിന്റെ കാതുകൾ തുറന്നു തന്നെ ഇരിക്കും. നിന്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയാത്ത ഏതെങ്കിലും മേഖലയിൽ നിന്റെ കണ്ണുകളെ നീ അടച്ചാൽ ഞാൻ പറയും ദൈവസന്നിധി നിന്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കും. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ചിലരുടെ കാതുകൾ തുറക്കുന്ന, കണ്ണുകൾ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് ആരൊക്കെയോ കർത്താവ് അങ്ങനെ പ്രവചിക്കാൻ കർത്താവ് എൻ്റെ അടുത്ത് പറയുന്നു. ക്ലാരിറ്റിയിൽ ദൈവശബ്ദം കേൾക്കാൻ നിന്റെ കാതുകൾ തുറക്കാൻ പോകുക. ദൈവ പ്രവർത്തികളെ കാണാൻ നിന്റെ കണ്ണുകൾ തുറക്കാൻ പോകുക. വർഷങ്ങൾ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിലേക്ക് നിന്റെ കാതുകളെയും കണ്ണുകളെയും മുടക്കി നിന്റെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ടു പോയ മേഖലകളെ ഇന്ന് കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് എൻ്റെ അടുത്ത് പറയുന്നു, ആരുടെയൊക്കെ കാതുകൾ ആത്മമണ്ഡലങ്ങളിലേക്ക്, കണ്ണുകൾ ആത്മമണ്ഡലങ്ങളിലേക്ക് ദൈവം കണക്ട് ചെയ്യുകയാണ്. ആരുടെയോ കാതുകൾ തുറക്കുന്നല്ലോ, ആരുടെയോ കണ്ണുകൾ തുറന്നു വരുന്നല്ലോ. ദൈവശബ്ദം കേൾക്കണ്ട ഈ കാതുകൊണ്ട് ഒരുത്തന്റെ തകർച്ച കേൾക്കരുത്. നീ ഒരുത്തൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നതിനേക്കാളും നമ്മളുടെ കാതുകൾക്ക് ഇഷ്ടം അവന്റെ തളർച്ചയാ, അവൻ വീണതാ. അത് കേൾക്കരുത്. ഒരാളുടെ കുറ്റം ഈ കാതുകൊണ്ട് കേൾക്കരുത്. ആരെങ്കിലും പറ്റി കുറ്റം പറയുമ്പോൾ നിന്റെ കാതുകൾ അവിടെ അടയ്ക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയും ദൈവസന്നിധി നിന്റെ കാതുകൾ അടഞ്ഞു പോകില്ല. നിനക്ക് ദൈവശബ്ദങ്ങൾ മിസ്സാകില്ല. ഞാൻ പറയും ഈ കാലഘട്ടത്തിന് ഒരു പ്രവാചകനു മിസ്സായ ചില രഹസ്യങ്ങൾ നിന്റെ കാതുകൾക്ക് മിസ്സാകില്ല. ആത്മമണ്ഡലത്തിൽ ഒരു സന്ദേശങ്ങളും നിനക്ക് മിസ്സാകില്ല. ഇന്ന് ചിലതിനെ കർത്താവ് വേർതിരിക്കുകയാണല്ലോ. ഞാൻ കാണുന്ന കാഴ്ച ഞാൻ പറയാം, അരിമണികൾക്കിടയിൽ നിന്നും വജ്രങ്ങളെ പറക്കിയെടുക്കുന്നത് പോലെ ഇന്ന് ചില കൂട്ടങ്ങൾക്കകത്തു നിന്ന് ചിലതിനെ നുള്ളി പറക്കി ദൈവം മാറ്റിവെക്കുകയാണ്. ഇത് പറയുമ്പോൾ എനിക്കറിയാം ഇവിടെ ഒരു അഭിഷേകം ചലിക്കുന്നത്. ചില കൂട്ടത്തിൽ നിന്നും നിന്നെ തിരഞ്ഞെടുത്ത് മാറ്റാൻ പോകുക. പത്ത് പേര് ഒരാളുടെ തകർച്ച പറയുമ്പോൾ, ഒരാളുടെ വീഴ്ച പറയുമ്പോൾ നിന്റെ കാതുകൾ അവിടെ ശ്രവിക്കാൻ നിൽക്കരുത്. എന്താ പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കല്ലേ. ഒരാൾ വിജയിച്ച കഥകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കാറില്ല. പക്ഷെ ഒരുത്തന്റെ തകർച്ചയെ പറ്റി പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കും. എങ്ങനെയാ വീണേ? എവിടെയാ വീണേ? ഏത് സാഹചര്യത്തിലാ വീണേ? എത്രത്തോളാ വീണേ? ആഘോഷിക്കും. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചു വളർന്ന ഒരു IAS ഓഫീസറിന്റെ കഥ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കണ്ട നമ്മൾ നോക്കത്തില്ല. പക്ഷെ ഒരുത്തൻ തകർന്നു എന്നുള്ള വീഡിയോ കണ്ട നമ്മൾ 10 വട്ടം എടുത്ത് കാണും. അവിടെ എഴുതിയിരിക്കുന്ന കമന്റുകൾ മുഴുവനും വായിക്കും. നീ ഇതിൽ നിന്ന് നിന്റെ കാതുകളെയും
കണ്ണുകളെയും രക്ഷിച്ചാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കാം, ആത്മമണ്ഡലത്തിലെ ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് മിസ്സാകില്ല. നിന്നോട് പറയാതെ ദൈവം ഒന്നും ചെയ്യില്ല. അബ്രഹാമെ, നിന്നോട് പറയാതെ സോദോം ഗോമോറയിൽ ഒരു ന്യായവിധി ഉണ്ടാകില്ല. നീ അറിയാതെ നിന്റെ ദേശത്തൊന്നും നടക്കില്ല. നീ അറിയാതെ നിന്റെ ഭവനത്തിനകത്തൊന്നും നടക്കില്ല. നീ അറിയാതെ നിന്റെ രാജ്യത്തിലൊന്നും നടക്കില്ല. നീ അറിയാതെ വ്യക്തി ജീവിതങ്ങൾക്കൊന്നും നടക്കില്ല. ഇതുപോലെ ദൈവ ശബ്ദങ്ങളെ കേൾക്കാൻ കാതുകൾ കൂർപ്പിക്കുന്ന, കണ്ണുകളെ കൂർപ്പിക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഇവിടെ മെനഞ്ഞെടുക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കാം, ചില കൂട്ടത്തിൽ നിന്നും വജ്രങ്ങൾ പറക്കുന്നത് പോലെ ഇന്ന് ചിലതിനെ പറക്കി മാറ്റി വെക്കുക ദൈവം. എല്ലാരും കാണുന്നത് പോലെ നിനക്ക് കാണാൻ കഴിയില്ലെന്ന്, എല്ലാരും കേൾക്കുന്നത് പോലെ നിനക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം ഇത് ദൈവിക വെളിപ്പാടുകൾ കാണേണ്ട കണ്ണുകളാണ്. ഇത് ദൈവ ശബ്ദം കേൾക്കേണ്ട കാതുകളാണ്. പകർച്ചകൾ ഇവിടെ നടക്കുന്നല്ലോ. അസാധാരണമായ പകർച്ചകൾ ചിലതിന്റെ മേൽ നടക്കുന്നല്ലോ. നിന്നോട് പറയാതെ നിന്റെ രാജ്യത്തെ ദൈവം ഒന്നും ചെയ്യില്ല. നീ അടുക്കളയിലായിക്കോട്ടെ, 4 ചുവരിനകത്തായിക്കോട്ടെ, പുറത്തൊരുത്തനും അറിയാതെ ആരുടെ കണ്ണുകൾ ഉടക്കാത്ത ആളായിക്കോട്ടെ, പക്ഷേ രാജ്യങ്ങളെ പറ്റിയുള്ള പ്രവചനം നീ അറിയാതെ, ദൈവിക രഹസ്യങ്ങൾ ആത്മമണ്ഡലത്തിൽ ചിലർക്ക് ഇന്ന് കൈമാറുകയാ ദൈവം. കാലാകാലങ്ങളായി ആരോടും പറയാത്ത ചില രഹസ്യങ്ങൾ ചിലരോട് പറയാൻ നിന്റെ കാതുകൾ എവിടെ തുറക്കണമെന്നും എവിടെ അടയ്ക്കണമെന്ന വിവേചനം വേണം. വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളെ മാത്രം കേൾക്കുക, മാത്രം കാണുക. നമ്മൾ കാണുന്നതും കേൾക്കുന്നതിനും നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. കൂടെ ഉണ്ടോ എൻ്റെ? നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. ഞാൻ ഒരു വട്ടം പറഞ്ഞതാണ്, എൻ്റെ മകനെ ഇടയ്ക്കിടയ്ക്ക് കാർട്ടൂണൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ ഇതിനകത്തെ വേർഡുകളും ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ആവർത്തിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഇതിവനെവിടെ കിട്ടി, ഞാൻ പറയുന്നതല്ലല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി, അവൻ കാണുന്നതിൻ്റെ, യൂട്യൂബിൽ കാണുന്ന വീഡിയോ നിന്ന് അവനെ സ്വാധീനിച്ചതാണ്. ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നിങ്ങൾക്കറിയാലോ, ഇന്ത്യ ബാൻ ചെയ്തു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പോലെ ടിക്ടോക്ക് എന്ന് പറയുന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ചൈന ആപ്പാണെന്ന് തോന്നുന്നു, ചൈന അവർ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ചൈനക്കാർക്ക് വേണ്ടി അവർ നിർമ്മിച്ചതാണ്. എല്ലാ രാജ്യങ്ങളും ടിക്ടോക്ക് പോലെയല്ല ചൈനീസ് രാജ്യങ്ങൾ ടിക്ടോക്ക്. അവർ വളരെ സെൻസർ ചെയ്തിട്ടാണ് ടിക്ടോക്കിൽ എന്ത് നൽകണമെന്നും അവരെ കേൾവിക്കാരും കാഴ്ചക്കാരും എന്ത് കാണണമെന്നും ഗവൺമെന്റ് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പണ്ട് ഇവിടെ ടിക്ടോക്ക് എടുക്കുന്ന സമയത്ത് കുറെ ഡാൻസും പാട്ടും കൂത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചൈനക്കാരുടെ ടിക്ടോക്കിൽ അവർ കൂടുതലും ടിക്ടോക്കിനകത്ത് കാണിക്കുന്നത് വലിയ വലിയ മാത്തമാറ്റിക്സ് ക്യൂസ് കോമ്പറ്റീഷൻസും ചെസ് മത്സരങ്ങളും അല്ലെങ്കിൽ ഒളിമ്പിക്സ് മത്സരങ്ങളും ഇങ്ങനത്തെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ടെക്നോളജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രമേ അവരുടെ ടിക്ടോക്കിൽ അവർ ഗവൺമെന്റ് പ്രദർശിപ്പിക്കാറുള്ളൂ. കാരണം അവർക്കറിയാം, അവരുടെ രാജ്യത്തൊരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവർ കാണുന്നതും കേൾക്കുന്നതും എന്താകണമെന്ന് ഗവൺമെന്റിന് അറിയാം. എൻ്റെ കൂടെ ഉണ്ടോ? അവരെന്ത് കാണുന്നോ എന്ത് കേൾക്കുന്നോ അതനുസരിച്ചിരിക്കും രാജ്യത്തിന്റെ പുരോഗതി എന്ന് ഗവൺമെന്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെല്ലാം കാണിക്കില്ല, എല്ലാ വെറിക്കൂത്തും അതിനകത്ത് കാണിക്കത്തില്ല. ഗവൺമെന്റ് വളരെ സെൻസർ ചെയ്തിട്ട്
അവർ എന്താ പറയുന്നത്, അവരുടെ കാഴ്ചക്കാരെ, അവരുടെ രാജ്യത്തിലുള്ള ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ടിക്ടോക്കിനകത്ത് പലതും പ്രദർശിപ്പിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് വളർച്ച ഉണ്ടായത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പാസ്റ്റർ ക്രിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാൻ ഇടയായിരുന്നു. പാസ്റ്റർ ക്രിസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവദാസനുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ക്രിസ്റ്റിൻ്റെ ചേർച്ചിനകത്ത് നിൽക്കുന്ന വിശ്വാസികൾക്ക് മാത്രം ഉപയോഗിക്കാൻ അവർക്ക് പ്രത്യേകം യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് അല്ല അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ, വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ അവരുടെ വിശ്വാസികൾക്കും അവരുടെ ആളുകൾക്ക്, എന്താ പറയുന്നത്, ആ ചേർച്ചിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മെസ്സേജ് അയക്കാനുള്ള വാട്സാപ്പ് പോലെ വേറെ ആപ്പുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആപ്പുകളുണ്ട്. അവരുടെ ചേർച്ച് തന്നെ അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ്. കാരണം അവരുടെ വിശ്വാസികൾ എന്ത് കാണണമെന്നും എന്ത് കേൾക്കണമെന്നും ആ പാസ്റ്ററിന് നിർബന്ധമുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി, ഈ ദൈവദാസന് മനസ്സിലായി, അവരുടെ വിശ്വാസികൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അതാണ് അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അവരുടെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവർ കാണുന്നതും കേൾക്കുന്നതും എന്താകണം എന്ന നിർബന്ധം ആ ദൈവദാസനുണ്ട്. അതുകൊണ്ട് ഇന്ന് ആവശ്യമില്ലാത്തത് കാണല്, ആവശ്യമില്ലാത്ത കേൾക്കല്. 1-2 പേരെ തട്ടിയിട്ടൊന്ന് പറഞ്ഞേ, ആവശ്യമില്ലാത്ത കാണല് കേൾക്കെന്നൊന്ന് പറഞ്ഞേ. കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മളെ സ്വാധീനിക്കും. നമ്മളെ കാണുന്ന കാഴ്ചകൾ നമ്മളെ ഹോണ്ട് ചെയ്യും, നമ്മളെ പിന്തുടരും. ഒരിക്കലും ആ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പിന്നെ നമ്മൾ ഒരുപാട് ശ്രമം നടത്തേണ്ടി വരും. അതിലും നല്ലത് കാണാതിരിക്കുക. എൻ്റെ കൂടെ ഉണ്ടോ? ഒരിക്കൽ ഫിനിസ്റ്റീവൻ പാസ്റ്റർ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാനിടയത്തോന്നു, താനിപ്പം ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാറില്ല എന്ന് പറയാനിടയത്തു. അതിൻ്റെ കാരണം ഇതാണ്, ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത മുഴുവനും ദുരന്ത വാർത്തകളാണ്. ഒരാളുടെ വിജയത്തെപ്പറ്റി എഴുതുന്ന വാർത്തകളൊന്നും ഇന്നത്തെ മാധ്യമ പ്രവർത്തകരൊന്നും നൽകുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കാരണം മാർക്കറ്റ് കൂടുതൽ ദുരന്ത വാർത്തകൾക്കാ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ല, നമ്മുടെ കാതുകൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് അവരെടുത്തിരിക്കുക. അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി അവരെടുത്തിരിക്കുക. കൂടുതലും വാർത്തകളിൽ കാണുന്നത് മുഴുവനും എന്താണ്? നല്ല വാർത്തകളെക്കാളും കൂടുതൽ ദുരന്ത വാർത്തകൾ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇങ്ങനെ കാണാൻ തീർന്നു. എനിക്കത് മനോരമ ന്യൂസ് എന്തോ ഫേസ്ബുക്കിലിട്ടൊരു വീഡിയോ ആണ്. ഒരു എന്താ പറയുന്നത്, വളരെ പാവപ്പെട്ട ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു കുഞ്ഞ്, അവൾ IAS കിട്ടിയ ഒരു കഥ. വീഡിയോ നോക്കിയപ്പോൾ 2 മിനിറ്റ് മൊത്തം ചരിത്രം അവളെ പറ്റി പറഞ്ഞു തീർത്തു. പക്ഷെ അപ്പുറത്തെ ലൈവ് നടക്കുകയാണ്. യുദ്ധങ്ങളെ പറ്റിയും മരണങ്ങളെ പറ്റിയും തൂങ്ങി മരിച്ചതിനെ പറ്റിയൊക്കെ. കാരണം മാർക്കറ്റ് കൂടുതൽ ഇതിനാണ്. എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ട് യേശു 12 പേരെ യേശു തെരഞ്ഞെടുത്തു. വിശ്വാസത്തിൽ ഒട്ടും വളർച്ചയില്ലാത്ത 12 പേരെ തെരഞ്ഞെടുത്തു. 12 പേരെ തെരഞ്ഞെടുത്തിട്ട് യേശു ചെയ്തതെന്നറിയാമോ? ആദ്യം അവരെ കേൾപ്പിച്ചു, അവരെ പഠിപ്പിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ സാന്നിധ്യത്തിൽ ചെയ്തു. കാരണം അവർക്ക് കാണാൻ. എൻ്റെ കൂടെ ഇല്ല നിങ്ങൾ? അവരുടെ മുൻപിൽ വെച്ചാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. കാരണം അവരെ കാണിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു, അവരെ കേൾപ്പിച്ചു. 3.5 വർഷം കാണിച്ചും കേൾപ്പിച്ചും അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. വിശ്വാസം വർദ്ധിച്ച ശേഷമാണ് താൻ അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തത്. കാരണം യേശുവിനറിയാം, 3.5 വർഷം അവർ കണ്ടതും കേട്ടതും തന്നെ ധാരാളം. ഇനി അവർ വിശ്വാസ വീരന്മാരായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന, പട്ടണങ്ങളെ രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന, അവൻ ദേശത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറുമെന്ന് ഇന്ന് ചിലരുടെ കണ്ണുകൾ തുറക്കുകയാണ്. ഇന്ന് ചിലരുടെ കാതുകൾ തുറക്കുകയാണ്. ഇന്ന് ദേശത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു തലമുറയെ ഇന്ന് ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കുന്നു എന്ന് പ്രവചിക്കാൻ. അവരിനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും 3.5 വർഷം അവര് കണ്ടതും കേട്ടതിൽ നിന്നും അവർക്ക് മാറാൻ കഴിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കേൾക്കുന്നത് ഇതാ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കാണുന്നത് അത്ഭുതങ്ങളാ.
അവരെ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചു, വിശ്വാസം കാണിച്ചു. യേശുവിന് മനസ്സിലായി, ഇനി ഞാനില്ലെങ്കിലും എന്നെക്കാളും ചെയ്യുന്നവരായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ വിശകലനം ചെയ്തിട്ട് മാത്രമേ അത് കാണാനും കേൾക്കാനും പാടുള്ളൂ. നിന്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നൊന്നും ഈ കണ്ണുകൾ കാണാൻ ഇടയാകരുത്. അവിടെ നിന്ന് മാറിക്കോണം. കേൾക്കാൻ ഇടയാകരുത്, മാറിക്കോണം. നിങ്ങളൊരു പ്രാവചനിക ശുശ്രൂഷയിൽ, പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയിൽ എവിടെയെങ്കിലും വളരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും വളരെ പ്രധാനമാണ്. ആവശ്യമില്ലാത്തതെല്ലാം കണ്ടും കേട്ടും കുത്തി നിറച്ചാൽ ഒരിക്കലും ദൈവശബ്ദം നിനക്ക് ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവം എന്താ സംസാരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പോലും നമ്മുടെ സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്നത്. വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് കണ്ടും കേട്ടും നോക്കിയേ. ഒരാളുടെ വളർച്ചയെപ്പറ്റി കണ്ടും കേട്ടും നോക്കിയേ. ഞാൻ പറയും, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ദർശനങ്ങൾ, ദൈവശബ്ദങ്ങൾ നിനക്കിനി തൊട്ട് മിസ്സാകില്ല. ക്ലാരിറ്റിയിൽ നിനക്കത് ലഭിക്കും. ഞാൻ പറഞ്ഞ കാണണം, കേൾക്കണം, പിന്നെന്താ, സംസാരിക്കണം. നമ്മൾ കണ്ടതും കേട്ടതും നമ്മൾ സംസാരിക്കണം. കണ്ടതും കേട്ടതും. അതുകൊണ്ടാണ് പിശാചിനറിയാം നീ കണ്ടതും കേട്ടതും മാത്രമേ സംസാരിക്കൂ. അതുകൊണ്ട് തന്നെ നിന്റെ അകത്ത് ആവശ്യമില്ലാത്ത വാർത്തകളും കാര്യങ്ങളും വിട്ട് നിന്നെ കാണിച്ച് നമ്മളെ മലിനമാക്കും. കാരണം പിശാചിനറിയാം നീ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അതിനകത്ത് നിന്റെ വിശ്വാസം നങ്കൂരമിടും. എൻ്റെ കൂടെ ഉണ്ടോ? നമുക്ക് കണ്ടതും കേട്ടതും മാത്രമേ പറയാൻ കഴിയൂ. കാണുക, കേൾക്കുക, അത് സംസാരിക്കുക, അത് പുറത്ത് വിളിച്ചു പറയുക. ഉൽപ്പത്തി പുസ്തകത്തിന് 1-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാം, വെള്ളത്തിന്മേലെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന കാരണത്താലല്ല അവിടെ സൃഷ്ടി ഉണ്ടായത്. ദൈവം വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സൃഷ്ടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സഭയ്ക്കകത്ത് വന്ന് അഭിഷേകമുള്ള ഒരു അന്തരീക്ഷത്തിനകത്ത് ഇരുന്നിട്ടൊക്കെ പോകാം. പക്ഷെ ഞാൻ പറയാം, നീ എപ്പോൾ സംസാരിക്കുന്നു അന്നേരം അത്ഭുതങ്ങൾ തുടങ്ങും. എപ്പോൾ നീ വാ തുറക്കുന്നു അപ്പോൾ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണാനിടയായി തീരും. ഇരുട്ടിന്റെ അന്തരീക്ഷത്തിൽ കർത്താവ് വാ തുറന്നപ്പോൾ സൃഷ്ടിയുടെ അന്തരീക്ഷമായി മാറി. വെളിച്ചം ഇല്ലെന്ന് കണ്ടു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചം ഉണ്ടായി. ദൈവം അത് നല്ലതെന്ന് കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത്, അവ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കാണാൻ കഴിയില്ലായിരുന്നു. പറഞ്ഞതുകൊണ്ടാണ് കണ്ടത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പറഞ്ഞതുകൊണ്ടാണ് കണ്ടത്. നാളെ നീ എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് ഇന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. നാളെ നീ എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ, നിന്റെ ഭാവി എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ, നിന്റെ ശുശ്രൂഷകൾ എന്തായി തീരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ, അത് ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങുക. നാളെ നീ അത് കാണും. നീ പറഞ്ഞാൽ അത് കാണുമെന്ന്. ഇന്ന് 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 നിന്ന് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത്, ചിലത് പറയാനാ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പറയുന്നത്, നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ 1 മണിക്കൂർ പ്രവചിക്കണം. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചുണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ പ്രവചിക്കാനും തയ്യാറാകണം. ഞാൻ അതാ ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവചിക്കും. അതിന്റെ കാരണം എന്തെന്നറിയുമോ? കാരണം എനിക്കറിയാം, പ്രവചിച്ചാൽ ആമേൻ ആമേൻ അന്ധകാരത്തിന്റെ അന്തരീക്ഷത്തിന് മാറിയേ പറ്റൂ. സൃഷ്ടിയുടെ അന്തരീക്ഷം വെളിപ്പെട്ടേ പറ്റൂ. മഹത്വത്തിന്റെ അന്തരീക്ഷം വെളിപ്പെട്ടേ പറ്റൂ.
ഇന്ന് നിന്റെ നാവിന് കർത്താവ് ബലം നൽകിയ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ആമേ, വർഷങ്ങളായി വാതുറക്കാൻ കഴിയാതെ നാവിനിട്ട ചില കെട്ടുകളെ ഇന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. നിന്റെ വാതുറക്കാൻ നിന്റെ നാവിന് ദൈവം ബലം നൽകിയ ഇന്ന് ചിലരുടെ ജീവിതത്തിലെ അന്ധകാരത്തിന്റെ അന്തരീക്ഷം മാറി സൃഷ്ടിയുടെ അന്തരീക്ഷം വെളിപ്പെടുന്നു എന്ന് പ്രവചിക്കാം. അന്ധകാരത്തിന്റെ അന്തരീക്ഷമാണെന്ന് പറഞ്ഞ് നീ വാതുറക്കാതിരിക്കരുത്. അന്ധകാരത്തിന്റെ അന്തരീക്ഷം, ശൂന്യതയുടെ അന്തരീക്ഷം, ആമേൻ, സൃഷ്ടിയെ കാത്തിരിക്കുക. സൃഷ്ടി ഉണ്ടാകുന്നത് നിന്റെ ശൂന്യതയിലാണ്. സൃഷ്ടി ഉണ്ടാകുന്നത് നിന്റെ അന്ധകാരത്തിന്റെ അന്തരീക്ഷത്തിലാണ്. ഇന്ന് വാതുറക്കാൻ തയ്യാറായാൽ എവിടെയോ അന്തരീക്ഷങ്ങൾ മാറുന്നു എന്ന് പറയാൻ. നീ നിന്റെ ദേശത്തെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി, നിന്റെ സാഹചര്യങ്ങളെ നോക്കി ഇന്ന് പറയാൻ തയ്യാറാകും. നീ വാതുറക്കാൻ തയ്യാറാകും. നീ വാതുറന്ന ഞാൻ പറയാം, അന്ധകാരത്തിന് പിന്നെ നിൽക്കാൻ കഴിയില്ല. ശൂന്യതയ്ക്ക് പിന്നെ നിൽക്കാൻ കഴിയില്ല. അസാധ്യതയ്ക്ക് പിന്നെ നിൽക്കാൻ കഴിയില്ല. അതിന് മാറിയേ തീരൂ. ആരാ ഇത് പ്രാർത്ഥിക്കുന്നേ? ആരാ പ്രവചിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ടെന്ന് പറയാൻ കർത്താവ് പറയുന്നു. പ്രവചിക്കാൻ തയ്യാറാക, പ്രവചിക്കാൻ നീ എഴുന്നേൽക്ക്. നിന്റെ അകത്ത് ഇന്ന് ഇവിടെ ഒരു മഹത്വത്തിന്റെ അന്തരീക്ഷം ഉണ്ടല്ലോ. ഈ അന്തരീക്ഷത്തിനകത്ത് നീ എന്ത് പറയുന്നു? കർത്താവ് പറയുന്നു, അത് നിനക്ക് ഈ സീസണിൽ ദൈവം ചെയ്തു തരാൻ പോകുക. ഇന്ന് പറ, ഇന്ന് നീ എന്ത് പറയുന്നു അത് നടക്കും. ഇന്ന് നീ എന്ത് പറയുന്നു അത് സംഭവിക്കും. ഇന്ന് വിളിച്ചു പറ, ഈ അന്ധകാരത്തിന്റെ അന്തരീക്ഷത്തിൽ, സൃഷ്ടിയുടെ സാധ്യതകളില്ലാത്ത ഈ അന്തരീക്ഷത്തിനകത്ത് നീ എന്ത് പറയുന്നു? സൃഷ്ടിയുടെ അന്തരീക്ഷം വെളിപ്പെടാൻ. നാളെ നീ എന്താകാൻ ആഗ്രഹിക്കുന്നു? നാളെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നാളെ നിന്നെ എവിടെ ആക്കും, എവിടെ എത്തിക്കും എന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പറഞ്ഞു തുടങ്ങണം. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്നുള്ള കാരണത്താലല്ല അവിടെ സൃഷ്ടി നടന്നേ. ആ ശൂന്യതയിലും ആ അന്ധകാരത്തിലും ഒരാൾ സംസാരിക്കാൻ തയ്യാറായി. നിന്റെ ജീവിതത്തിന്റെ ശൂന്യത സൃഷ്ടിയെ കാത്തിരിക്കുക. നിന്റെ ജീവിതത്തിനകത്തെ ശൂന്യത നീ വാതുറക്കാൻ കാത്തിരിക്കുക. നീ എപ്പോൾ വാതുറക്കുന്നു, അസാധ്യതകൾക്ക് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിയേ മതിയാകൂ. അസാധ്യതകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടേ മതിയാകൂ. അസാധ്യതകൾക്ക് നിന്റെ ദേശം വിട്ടേ മതിയാകൂ. അന്ധകാരത്തിന് നിന്റെ ദേശം വിട്ടേ മതിയാകൂ. ഇന്ന് ആത്മാവിൽ എന്നെ കർത്താവ് കാണിക്കുന്നല്ലോ, വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന അന്ധകാരത്തിന്റെ മേഖലകൾ ചില ദേശങ്ങൾ വിട്ടുമാറാൻ. നിന്റെ നാവിൽ അധികാരമുണ്ടെന്ന് പറയാൻ പറയുന്നു. നിന്റെ നാവിൽ അധികാരമുണ്ടെന്ന് പറയാൻ പറയുന്നു. നീ വാതുറന്നാൽ വാതുറക്കാൻ തയ്യാറെടുപ്പുള്ള പ്രവാചകന്മാരും പ്രവാചികമാരും ഉണ്ടോ? ഇന്ന് നിന്റെ ജീവിതത്തെ നോക്കി പ്രവചിക്കും. നിന്റെ ദേശത്തെ നോക്കി പ്രവചിക്ക്. നിന്റെ അസാധ്യതകളെ നോക്കി പ്രവചിക്ക്. സാഹചര്യം അസാധ്യതകളായിരിക്കും, പക്ഷെ ഞാൻ പ്രവചിക്കുന്നു, ഈ സാധ്യതകൾ മാറും. എന്റെ അവസ്ഥ മാറും. എന്റെ വിവാഹം നടക്കും. ഞാൻ സൗഖ്യമാകും. ഞാൻ ഇവിടെ പ്രവചിക്കുകയാണ്. കോടാനുകോടി ആളുകളുടെ നടുവിൽ ഞാൻ സുവിശേഷം അറിയിക്കും. ലക്ഷക്കണക്കിന് കോടാനുകോടി ആളുകളെ ഞാൻ സ്നാനപ്പെടുത്തും. ഉണർവിന്റെ മുൻപന്തിയിൽ ഞാൻ കാണും. നീ പറ പറ പറ. പ്രാർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞ, പ്രവചിക്കാനാ.
അന്യഭാഷ പറയാനല്ല ഞാൻ പറഞ്ഞത്, നീ പ്രവചിക്കാനോ. ശൂന്യതയിൽ ചിലത് ഉളവാക്കാൻ കഴിയുന്ന നാവിന് അധികാരമുള്ള പ്രവാചക ഗണം. എന്റെ സാഹചര്യം മാറും, എന്റെ ഭവനത്തിന്റെ പണി തീരും, എന്റെ ബിസിനസ് അനുഗ്രഹമാകും, റെസ്റ്റോറന്റുകൾ 5 സ്റ്റാർ റെസ്റ്റോറന്റിന്റെ അധിപതിയാകും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ ഞാൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. അടുത്ത ഉണർവിന്റെ ബേബിന്റെ മുൻപിൽ ഞാൻ കാണും. നീ എന്തു പറയുന്നു അത് നടക്കും. ഞാൻ രോഗികളെ സൗഖ്യമാക്കും, ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കും, ഞാൻ എക്സാം പാസ്സാകും, ഞാൻ IAS ഓഫീസറാകും, ഞാൻ ഡോക്ടറാകും, ഞാൻ ടീച്ചറാകും, എഞ്ചിനീയറാകും. ബിസിനസിന്റെ നിന്റെ ആ സാധ്യതകൾ നോക്കി സാധ്യങ്ങളെ പ്രവചിക്കുക. ശുശ്രൂഷയുടെ നിന്റെ ആ സാധ്യതകളെ നോക്കി സാധ്യതകൾ പ്രവചിക്കുക. സാധ്യതകൾ പ്രവചിക്കാൻ ഒരു തലമുറ ഇന്ന് ദൈവം വിളിക്കുക. കർത്താവ് പറയുന്നു, ഇവിടെ ഒരു മഹത്വത്തിന്റെ അന്തരീക്ഷമുണ്ട്, സൃഷ്ടിയുടെ അന്തരീക്ഷം നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ നീ വാ തുറക്കാൻ തയ്യാറായാൽ യോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 29-ൽ ഒരു വാക്യമുണ്ട്. നിന്നെ താഴ്ത്തുമ്പോൾ നീ ഉയർച്ചയെന്ന് പറയും. നിന്നെ താഴ്ത്തുമ്പോൾ നീ ഉയർച്ചയെന്ന് പറയും. നിന്നെ താഴ്ത്തുമ്പോൾ നീ താഴ്ചയെന്നല്ല പറയണ്ടേ, നിന്നെ താഴ്ത്തുമ്പോൾ നീ ഉയർച്ച പറയും. നിന്റെ ഉയർച്ച പറ, നിന്റെ ശുശ്രൂഷയുടെ ഉയർച്ച പറ, നിന്റെ തലമുറയുടെ ഉയർച്ച പറ. കർത്താവ് പറയുന്നത്, സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറാ മോനെ. സൃഷ്ടിയുടെ അന്തരീക്ഷം നിന്റെ മേൽ തരാൻ ഞാൻ തയ്യാറാ. പക്ഷെ സൃഷ്ടിക്കേണ്ട ചുമതല നിന്റെയാ. നീ വാ തുറക്കാൻ തയ്യാറാകുക. നീ വാ തുറന്ന സാധ്യതകൾ വഴിമാറിയേ പറ്റൂ. നിന്നെ കണ്ട് കഴിയോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കണ്ട, നീ വാ തുറന്നാ മതി. കർത്താവേ, എന്റെ കാലിന് സ്വാധീനം തരണേന്ന് പറയുന്ന നിർത്ത്. നീ പറയേണ്ടത് സാധ്യതകളാണ്. ഈ കാലുകൊണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കുമെന്ന് പറ. ഞാൻ ആരോഗ്യത്തോടെ ദൈവസന്നിധി നിൽക്കുമെന്ന് പറ. ഞാൻ ദൈവത്തിനു വേണ്ടി ഓടുമെന്ന് പറ. സാധ്യതകൾ മാറാൻ, അസാധ്യതകൾ മാറാനല്ല പറയുന്നത്, നീ സാധ്യതകൾ പ്രവചിക്കണം. നീ സാധ്യതകൾ പ്രവചിച്ചാൽ ആമേ സൃഷ്ടിയുടെ അന്തരീക്ഷം വെളിപ്പെടും. സൃഷ്ടിയുടെ അന്തരീക്ഷം വെളിപ്പെടും. അവിടെ സൃഷ്ടി ഉണ്ടാകും. റൈഗഡിലെ ചേർച്ച് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി ചർച്ചിനകത്ത് വന്നു. ചർച്ചിനകത്ത് വന്നിട്ട് പറഞ്ഞു, അവരെ അമ്മയെ കൊണ്ടോ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ അമ്മയുടെ സർജറിയാണ്, സർജറിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നേ? നല്ല രീതിയിൽ സർജറി നടക്കണം, ഡോക്ടർമാർക്ക് പിഴവുകളൊന്നും ഉണ്ടാകരുത്, എത്രയും നല്ല രീതിയിൽ സർജറി വളരെ മനോഹരമായി നടക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാൻ തലേ കവിച്ചിട്ട് പറഞ്ഞു, സർജറികളെ ക്യാൻസൽ ചെയ്യുന്നു.
ആ അമ്മയുടെ കാഴ്ച 95% നഷ്ടപ്പെട്ടതാ. സർജറി ചെയ്താലും നല്ല രീതിയിൽ ബിനോയ് ഉണ്ടായിരുന്നു തോന്നുന്നു, നല്ല രീതിയിൽ കാഴ്ച കാണാൻ കഴിയില്ല. പൂർണ്ണമായ കാഴ്ച അവിടെ നിന്ന ഡോക്ടർമാരാരും കൊടുത്തില്ല. കുറച്ച് കാഴ്ച തരാം, സർജറി ചെയ്ത കുറച്ച് കാഴ്ച കിട്ടും. 3 പേര് ചേർന്നാണ് അമ്മയെ ആ ചർച്ചിനകത്തോട്ട് കൊണ്ടുവന്നേ. അമ്മ ഒരിടത്ത് ഇരുത്തിയേക്കുവാ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സർജറികളെ ക്യാൻസൽ ചെയ്യുന്നു, സാധ്യതകൾ പറയണം. നീ എന്തു പറയുന്നു അതേ നടക്കൂ. ഞാൻ കൈവച്ച സർജറികൾ അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ നാവിൽ അധികാരമുണ്ട്. ഞാൻ പറയുന്നത് എന്തോ അതേ നടക്കൂ. ഒട്ടും കാണാൻ വയ്യാത്ത അമ്മ, ഞാൻ അവിടെ വന്നിരുന്നു ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തനിയെ നടന്നു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ എനിക്കിപ്പോ കാണാം. ഇതുപോലെ നീ സാധ്യതകൾ പ്രവചിക്കാൻ തയ്യാറായാൽ ഞാൻ അതിശോക്തിയല്ല പറയുന്നത്. ബിനോയ് ഉണ്ട്, ബിനോയ് എന്റെ കൂടെ ഉണ്ട്. അവൻ കണ്ടോണ്ട് നിൽക്കുക. ഞാൻ വലിയ കാര്യം ചെയ്തു എന്നല്ല ഞാൻ ഇവിടെ പറയുന്നേ. ഞാൻ സാധ്യതകൾ പറഞ്ഞു, സാധ്യതകൾ നടന്നു. ഇന്ന് നിനക്കും ഇത് സാധിക്കും ഞാൻ പറയുന്നത്. നീ സാധ്യതകൾ പറഞ്ഞാൽ സാധ്യതകൾ നടന്നേ പറ്റൂ. ആ സാധ്യതകൾക്ക് മാറിയേ പറ്റൂ. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ പിശാച് എഴുതി വെച്ച ആ സാധ്യതകളുടെ സർട്ടിഫിക്കറ്റുകളെ ഞങ്ങൾ ആത്മാവിൽ ക്യാൻസൽ ചെയ്യുകയാണ്. സാധ്യതകൾ ഞങ്ങൾ ആത്മാവിൽ റിലീസ്. ഓ, ഇതിനെ ആരാ പിടിക്കുന്നത്? ഇതിനെ ആരാ? ഞങ്ങൾ ഇവിടെ സർജറികളെ ക്യാൻസൽ ചെയ്യുന്നു, രോഗങ്ങളെ ഞങ്ങൾ ആത്മാവിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് നിന്റെ ജീവിതത്തെ നോക്കി, ആ സാധ്യതകൾ നോക്കി സാധ്യതകൾ പ്രവചിക്കുക. സാധ്യതകൾ പ്രവചിക്കുക. പ്രവചിക്കുന്നേ സാധ്യതകൾ, 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 സാധ്യതകൾ. നീ പ്രവചിക്കുന്നിടം വരെ അസാധ്യതകൾക്ക് നിന്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ. നീ പ്രവചിച്ചു തുടങ്ങിയാൽ ഇംപോസിബിലിറ്റി എന്നൊരു കാര്യം നിന്റെ ജീവിതത്തിലില്ല. ഇംപോസിബിൾ എന്നൊരു സർട്ടിഫിക്കറ്റ് നിന്റെ ജീവിതത്തിലില്ല. എന്തു ആയിക്കോട്ടെ, സാധ്യതകൾ മാത്രം. It's possible. It's possible. അടുത്ത ദിവസം സർജറിക്ക് അമ്മ പോയി. സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർക്ക് ഒരു സംശയം. ഡോക്ടർ പറഞ്ഞു, റായ്പൂരിൽ പോയി ചെക്ക് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. റായ്പൂരിൽ പോയി ചെക്ക് ചെയ്തപ്പം അവരെഴുതി കൊടുത്തിരിക്കുക, ഈ അമ്മയ്ക്ക് 100% കാഴ്ചയുണ്ട്. കണ്ണിൽ കത്തി വെക്കാൻ നിന്നതാ. അവര് പറഞ്ഞു, ഇവിടം വരെ വന്നതല്ലേ, കണ്ണിലൊഴിക്ക് ഒരു തുള്ളി മരുന്ന് തന്നുവിടാം, ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. നീ സാധ്യതകൾ പറഞ്ഞാൽ സാഹചര്യം വഴി മാറിയേ പറ്റൂ. സാഹചര്യത്തിന് പിരിഞ്ഞേ പറ്റൂ. ഇന്ന് സാധ്യതകൾ പറ, സാധ്യതകൾ പറ. ആരുടെ ജീവിതത്തെ സാധ്യതകൾ തുറക്കുന്നല്ലോ. ആരോഗ്യ പ്രവചനത്തിൽ പ്രവചിച്ച സാധ്യതകളെ വിളിച്ചു വരുത്തുന്നല്ലോ. ഇന്ന് ഞാൻ പറയാം, നീ എവിടെ പോകുന്നു, നിന്റെ കൂടെ സൃഷ്ടിയുടെ അന്തരീക്ഷം ഇന്ന് മുതൽ, സൃഷ്ടിയുടെ അന്തരീക്ഷം, creation atmosphere of creation will be following you. ഇന്ന് ഭയമല്ല നിന്നെ പിന്തുടരാൻ പോകുന്നത്. ഇന്ന് സൃഷ്ടിയുടെ അന്തരീക്ഷം നിങ്ങളെ പിന്തുടരും. നീ എവിടെ പറയുന്നു അവിടെ സൃഷ്ടി നടന്നേ മതിയാകും.
സൃഷ്ടിയെ വിളിച്ചു വരുത്ത വിളിച്ചു വരുത്ത്, സൃഷ്ടിയെ വിളിച്ചു വരുത്ത്. നിന്റെ മേൽ സൃഷ്ടി വെളിപ്പെടാനുള്ള നിന്റെ യോഗ്യത എന്തെന്നറിയാമോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ശൂന്യതയാണ്. ശൂന്യതയിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നാൽ ശൂന്യതയ്ക്ക് സ്ഥാനമില്ല. വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. ശൂന്യത. ഉണർവിന്റെ പ്രോജക്റ്റ് ഉള്ള ചിലരുണ്ടല്ലോ ഇവിടെ. ഉണർവിന്റെ പദ്ധതികളുള്ള ചിലരുണ്ടല്ലോ ഇവിടെ. ഇന്ന് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്ത നീ വിളിച്ചു പറയേണ്ടതെന്നറിയാമോ? എന്റെ സ്വന്തം പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ പെട്രോൾ അടിക്കും. ഉച്ചക്കത്തെ ആഹാരത്തിന് ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ലാത്ത നീ വിളിച്ചു പറയേണ്ടത് അയ്യോ പൈസ ഇല്ലല്ലോ എന്നല്ല, എന്റെ സ്വന്തം 5 സ്റ്റാർ റെസ്റ്റോറന്റിൽ നിന്ന് ഞാൻ ഭക്ഷണം. നീ എന്ത് പറയുന്നു അത് നീ കാണും. ഒരു പ്രവാചകന്റെ ചുമതല എന്തെന്നറിയാമോ? പ്രവാചകൻ ചെയ്യുന്നത് സാധ്യതകൾ മാറണ എന്നുള്ള പ്രാർത്ഥനകളല്ല, സാധ്യതകൾ ജീവിതത്തിൽ പറയുക എന്നുള്ളതാണ്. അസാധ്യതകൾ മാറണം എന്നുള്ള പ്രാർത്ഥനകളും ജൽപ്പനങ്ങളും അല്ല പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്നത്. അവ സാധ്യതകൾ വിളിച്ചു പറയും. അവ സാധ്യതകൾ വിളിച്ചു പറയും. സാധ്യതകൾ വിളിച്ചു പറയണം. നീ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന നീ വിളിച്ചു പറയേണ്ട എന്നറിയാമോ? അനേക പാവപ്പെട്ടവരുടെ ലോണുകൾ ഞാൻ അടച്ചു കൊടുക്കും. ഇങ്ങനെ സാധ്യതകൾ വിളിച്ചു പറ. എടാ സാധ്യത വിളിച്ചു പറഞ്ഞ നിന്റെ സാധ്യത അസാധ്യത മാറിയേ പറ്റൂ. വില്ലേജ് സെമോറിന്റെ അടുത്ത് ഒരു മനുഷ്യൻ ഒരു കാൽ ചാൾസ് സ്പർജൻ പാസ്റ്ററിന്റെ അടുത്താന്ന് തോന്നുന്നു. ദൈവദാസന്റെ അടുത്ത് കാൽ മുറിഞ്ഞൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നു. ഒരു കാൽ ആംബ്യൂട്ടേറ്റ് ചെയ്തേക്ക. അദ്ദേഹം പറഞ്ഞു നീ പോയി നാളെ പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം, എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം പിറ്റേന്ന് പുതിയ ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഒരു ചെരുപ്പേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം അദ്ദേഹത്തിന് ഒരു കാലേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചു നിന്റെ മറ്റേ ചെരുപ്പ് എവിടെ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു എനിക്ക് ഒരു കാലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ചെരുപ്പിന്റെ ആവശ്യം മതി. ഞാൻ എന്നിട്ട് പറഞ്ഞു നാളെ നീ വരുമ്പോൾ 2 ചെരുപ്പും കൊണ്ടുവരണം. ആ മനുഷ്യൻ അടുത്ത ദിവസം 2 ചെരുപ്പും കൊണ്ടുവന്നു. തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. മുറിച്ച കാൽ എവിടെ നിന്ന് മുറിഞ്ഞു അവിടുന്ന് പുതിയ കാല് പുറത്തു വന്നു. ഇത് ഈ സീസണിൽ നടക്കുന്നേ. നീ എന്ത് വിളിച്ചു പറയുന്നു അതേ നടക്കൂ.